എനിക്ക് ചോദിക്കാനുള്ള ഡൗട്ട്, ഈ എന്താ ഈ മെക്കട്രോണിക്സ് ആണോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ഡിഫറൻസ് എന്താ? മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സും മെക്കാനിക്കലും കൂടിയിട്ടുള്ളതാണ്. അപ്പൊ മെക്കാനിക്കലായിട്ടുള്ള ജോലി ചെയ്യാൻ ഇലക്ട്രോണിക്സ് കൺട്രോൾ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മെക്കട്രോണിക്സിന്റെ ഭാഗമാണ്. അത് മെഡിക്കലിൽ ഉപയോഗിക്കാം, ഡിഫൻസിൽ ഉപയോഗിക്കാം, ഗെയിമിൽ ഉപയോഗിക്കാം, എല്ലാത്തിലും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കുറെ ഹൈറ്റിലേക്ക് കയറണം, കുറെ ഹൈറ്റിലേക്ക് കയറണം എന്ന് വിചാരിക്കാം. അതിന് കയറാൻ വേണ്ടി ഹൈഡ്രോളിക്സ് ഉപയോഗിക്കും. ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഭാഗമാണ്. അത് ഇലക്ട്രോണിക് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് കയറണം, നമ്മൾ കയറുമ്പോൾ ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കുന്ന ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ അറിയാം. അങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് ഒക്കെ വെക്കുന്നത്. അത് നമ്മൾ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച്, ക്യാമറ ഉപയോഗിച്ച് സ്റ്റെപ്പുകൾ കണ്ടുപിടിച്ച് കണ്ണുപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിച്ചാൽ അത് റോബോട്ടിക്സ് ആയി. ആ റോബോട്ടിന് ഉപയോഗിക്കുന്ന എല്ലാ നോളജും മെക്കട്രോണിക്സ് ആണ്. ആ നോളജ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സയൻസ് മെക്കട്രോണിക്സ് ആണ്. കാരണം മെക്കാനിക്കലും ഉണ്ട്, ഇലക്ട്രോണിക്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിനെ ഉള്ളിലേക്ക് അയക്കുന്നു. ഒരു ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കണം. അതെടുക്കണമെങ്കിൽ ഒരു റോബോട്ടിന് പോകണം. മനുഷ്യന്മാർക്ക് പോകാൻ പറ്റാത്ത സ്ഥലം വിചാരിക്കും. അവിടെ പോയിട്ട് അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കല്ലും ഗോൾഡും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കല്ലും ബോംബും ഉണ്ടെന്ന് വിചാരിക്കാം. അത് കൃത്യമായിട്ട് തിരിച്ചറിയണമെങ്കിൽ ആ സ്കാനർ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ കണ്ടുപിടിച്ചത് കൊണ്ടുവരുന്നത് മെക്കട്രോണിക്സ് ആണ്. ഓക്കെ, അപ്പൊ മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ഒരേപോലെ ഉപയോഗിക്കുന്നതാണ് റോബോട്ടിക്സും മെക്കട്രോണിക്സും. മിഷൻ ലേണിംഗ്, ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഭാഗമായിട്ട് വരും. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ എല്ലാം ഒന്നായിട്ട് വരും അവസാനം. അത് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് വെഹിക്കിളിന് മാത്രം ഉപയോഗിക്കുമ്പോൾ ഓട്ടോമൊബൈലായി. അപ്പൊ ഓട്ടോമൊബൈൽസിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓട്ടോമൊബൈലിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേണം, കമ്പ്യൂട്ടർ സയൻസ് വേണം, ഇലക്ട്രോണിക്സ് വേണം. കാരണം എഞ്ചിൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് പണ്ട് കാലത്ത് കമ്പസ്റ്റൻ എഞ്ചിൻ, പെട്രോൾ ഉപയോഗിച്ചിട്ട് കമ്പസ്റ്റൻ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇന്ന് ഇലക്ട്രിക്കൽ ഉപയോഗിച്ചിട്ടാണ് വണ്ടികൾ ഓടുന്നത്. പക്ഷെ ഓടുന്നതിന്റെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ മെക്കാനിക്കൽ ഭാഗമാണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഒക്കെ കൂടുമ്പോഴാണ് ഇന്ന് വെഹിക്കിൾ ഓട്ടോമൊബൈൽ ആവുക. അപ്പോൾ ഓരോ കാലത്തും ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് പലതും മാറിയാലും മെക്കാനിക്കൽ ഓൾവേസ് വിൽ സ്റ്റേ. അപ്പൊ ഈ സ്കൂളിലൊക്കെ അല്ലേ അവര് എന്താ ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഇങ്ങനെ മെഷീൻ ലേണിംഗ് ഒക്കെ? ആദ്യമായിട്ട് ബേസിക് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചാലല്ലേ ബാക്കി ചാടാൻ പറ്റുള്ളൂ. അല്ല അതല്ല, ഈ സ്കൂളില് അതെ, ടീച്ചിങ്ങിൽ ഇപ്പൊ LKG മുതൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞൂടെ? എന്തിനാ 10ാം ക്ലാസ്സിലാക്കണേ? LKG മുതൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞൂടെ? അതിന് ബേസിക് ആയിട്ട് മാത്സും ഫിസിക്സും കെമിസ്ട്രി അറിയാത്ത ആൾക്ക് അത് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മാത്സും ഫിസിക്സും കെമിസ്ട്രിയുടെ സ്ട്രോങ് ബേസ് ഉണ്ടാവുമ്പോഴല്ലേ അടുത്തത് പഠിക്കുക. അപ്പൊ അപ് ടു 12th ക്ലാസ് വരെ ഇതൊന്നും കുട്ടികൾ പഠിക്കേണ്ട കാര്യമില്ല. അതിന്റെ അപ്ലിക്കേഷൻ അറിയണം, ഇങ്ങനെയൊക്കെ ഒരു സബ്ജക്ട് ഉണ്ടെന്ന് അറിയണം എന്നല്ലാതെ ഡോണ്ട് ഹാവ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ. ഇപ്പൊ ഡോക്ടർ ആവാൻ വേണ്ടി 6ാം ക്ലാസ് മുതൽ പഠിക്കണം. ബയോളജി പഠിക്കുന്നത്, ബയോളജി പഠിക്കുക, ബയോളജിയുടെ ശരീരഭാഗങ്ങളൊക്കെ പഠിക്കുക. +1 +2 കഴിഞ്ഞിട്ടല്ലേ സർജറി ഒക്കെ പഠിക്കുള്ളൂ. അല്ലേ ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBS എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിസിനും സർജറിയും. മെഡിസിനെ കുറിച്ചും സർജറിയെ കുറിച്ചും 12ാം ക്ലാസ് വരെ ആരും പഠിക്കുന്നില്ല.
അതിനാവശ്യമായ ബേസിക് കെമിസ്ട്രിയും ബേസിക് ബയോളജിയും ബേസിക് ഫിസിക്സും ഒക്കെ പഠിക്കണം. അതാണ് വേണ്ടത്. അല്ല, എന്റെ ചോദ്യം ഈ സ്കൂളില് ഈ എന്താ പറയണ്ട സോഫ്റ്റ്വെയർ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് പഠിപ്പിക്കാനല്ല, ഈ എന്താ പറയണ്ടേ ഈ പുതിയ ടെക്നോളജി ആഡ് ചെയ്യണത്. 12ാം ക്ലാസ് വരെ ബേസിക് നോളജ് ആണ്. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷനിൽ പോകുന്നവരാണ് കൊമേഴ്സ്, ഹിസ്റ്ററി അല്ലെങ്കിൽ സിവിക്സ്, പിന്നെ സോഷ്യൽ സയൻസ്, അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അതല്ലെങ്കിൽ ബയോളജി ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പോവാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള നോളജ് വരെ 10ാം ക്ലാസ് പഠിപ്പിക്കാൻ ആവശ്യമുള്ളൂ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കരുത്. അതിനാവശ്യമായ ബേസിക്സ് ആണ് പഠിപ്പിക്കേണ്ടത്. അതാണ് ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. സ്കൂളിൽ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. താല്പര്യമുള്ളവര് പുറത്തുനിന്ന് ഇഷ്ടം പോലെ പഠിച്ചോളൂ. അതർവൈസ് ഓൾസോ. എന്തുകൊണ്ടാണ് കാർ ഉണ്ടാക്കാൻ 8ാം ക്ലാസ് പഠിപ്പിക്കാത്ത ചോദിച്ചാൽ എന്താ പറയാ? 8ാം ക്ലാസ്സിൽ കാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കണമല്ലോ പഠിപ്പിക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ് ടു 10th ക്ലാസ് നോളജ്. അതുവരെയേ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അതല്ലാതെ ചില സ്കൂൾസിലൊക്കെ AI, AR, മെക്കട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, പിന്നെ അതൊന്നും ആവശ്യമില്ല. അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. അത് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളും ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതും വെറും ചൈൽഡ്സ് പ്ലേ ആണ്. അത് വെറും ചൈൽഡ്സ് പ്ലേ മാത്രമായിരിക്കും. അത് ഞാൻ പറയുന്ന ആ മോഡൽസ് ഒക്കെ വളരെ ചൈൽഡ്സ് പ്ലേ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ റോബോട്ട്, ലൈൻ മൂവ്മെന്റ് റോബോട്ട്, യു ഡോണ്ട് നോ ഹൗ ദ ഇലക്ട്രോണിക്സ് ഇസ് മെയ്ഡ്. അതിന്റെ ചിപ്പ് തന്നാൽ അത് കണക്ട് ചെയ്യും, ഉണ്ടാക്കുന്നല്ലേ ഉള്ളൂ. കസ്റ്റം PCB എന്ന് പറയുന്നത് മേടിക്കുന്നതല്ലേ PCB. അതിന്റെ ഇലക്ട്രോണിക്സും സിഗ്നൽ പ്രോസസിംഗും ഒക്കെ അറിയോ? അതാ ഞാൻ പറഞ്ഞത്. സോ യു ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് യു ആർ സെൽഫ് ടോട്ട്. അതന്നെ ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ളവര് അത് പഠിച്ചോളും. സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത്. അത് യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓൺലൈൻ ഇഷ്ടം പോലെ പഠിക്കാലോ. ഹു ഈസ് ആസ്കിംഗ് യു ടു സ്റ്റോപ്പ് ലേണിംഗ് ഫ്രം ഓൺലൈൻ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാലോ ഓൺലൈൻ. അത് കോമൺ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കോമൺ ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യമല്ല എന്നാ ഞാൻ പറഞ്ഞത്. യു ആർ ഡൂയിങ് ഇറ്റ് ഇസ് ഗുഡ്. അത് ചില കുട്ടികൾക്ക് യു വാണ്ട് ടു ഡു ആസ് എ പ്രോജക്റ്റ്. അതുപോലെ വേറൊരാൾക്ക് ചെയ്യേണ്ടത് ബയോളജിയിലായിരിക്കും പ്രോജക്റ്റ്. എല്ലാ പ്രോജക്റ്റുകളും സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. സോ എവരിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ ചോയ്സസ്. അപ്പൊ തരുണിന് താല്പര്യമുള്ളത് കൊണ്ട് തരുൺ അത് പഠിച്ചു. യു ആർ എ ഗുഡ് ബോയ്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അതുപോലെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ മാക്സിമം 90%, 95%, 100% കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. എനിത്തിങ് യു ഡു ഈസ് യുവർ ഇൻട്രസ്റ്റ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്സ് ഇല്ലേ, ടെക്സ്റ്റ് ബുക്സിൽ ഇപ്പൊ ഹിസ്റ്ററി പോലെ ചാപ്റ്റേഴ്സ് അവരെന്തിനാ പഠിപ്പിക്കണ? ഹിസ്റ്ററി. അമ്മയുടെ പേരെന്താണ്? പ്രേമ. അമ്മയുടെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിരാമൻ. അത് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? കുഞ്ഞിരാമനാണോ അല്ലയോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം തരുണിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല, അമ്മയുടെ അച്ഛന്റെയും പേര് മാത്രമല്ലേ രജിസ്റ്ററിൽ വരുള്ളൂ. ഓക്കെ, കുറച്ചു കാലം കഴിഞ്ഞാൽ പാസ്പോർട്ടിൽ അമ്മയുടെ അച്ഛന്റെ പേരും വരില്ല. അമ്മ ആരായി പോലും അച്ഛനാരായി പോലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത്? കൊച്ചിയിലാണ്, കളമശ്ശേരിയാണ്, എൻ്റെ സ്കൂൾ ഇന്നതാണ്, ഞാൻ പഠിച്ചത് ഇന്ന് സ്കൂളിലാണ്. ആ ബോധം ഉണ്ടാവുന്നതല്ലേ സോഷ്യൽ സയൻസ്. ഞാൻ ഏത് രാജ്യത്താണ്, എൻ്റെ രാജ്യത്ത് പണ്ട് എന്തൊക്കെയാ സംഭവിച്ചത്, ഇന്ത്യക്ക് എപ്പോഴാ സ്വാതന്ത്ര്യം കിട്ടിയത്, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. എപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എനിക്കെന്താ കുഴപ്പം? അങ്ങനെയുള്ളതായാലും നിങ്ങൾ മനുഷ്യനല്ല. ബാക്കിയുള്ളവരെ കുറിച്ചും ബാക്കിയുള്ളവർ ജീവിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചും അറിയാനുള്ള അറിവ് കൂടി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരായിട്ട് മാറുന്നത്. അത് പഠിക്കേണ്ടത് ആവശ്യമാണ്. സോഷ്യൽ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി ആരാണ്? ഫസ്റ്റ് ഫ്രീഡം ഫൈറ്ററോ മഹാത്മാഗാന്ധി? അല്ല, എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം. മഹാത്മാഗാന്ധിയുടെ ടൈറ്റിൽ എന്താ? അതല്ലേ പറയേണ്ടത്. എന്തിനാ അറിയണേ? അറിഞ്ഞില്ലെങ്കിൽ എന്താ ഭക്ഷണം കിട്ടൂലേ, ജോലി കിട്ടൂലേ? പിന്നെ നെഹ്റു ആരായിരുന്നു? പ്രസിഡന്റാ? ഇപ്പൊ മനസ്സിലായി തരുണിന്റെ വിജ്ഞാനം മനസ്സിലായി. ഇപ്പൊ നാളെ എന്ത് ടെക്നോളജി പഠിച്ചു, റോബോട്ടിക്സ് പഠിച്ചാലും ഇന്ത്യയുടെ ഭരിക്കുന്ന ഒരു ജോലിയോ ഏതെങ്കിലും കോളേജിൽ പിന്നെ പ്രൊഫസറായിട്ട് കിട്ടാനോ
നമ്മൾ ഇതേപോലെ ചോദ്യം ചോദിക്കും. ISROന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അറിയണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കും. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി തരില്ല. അപ്പൊ ലോകത്തെ കുറിച്ച് അറിയണം, എന്റെ രാജ്യത്തെ കുറിച്ചും അറിയണം. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് മോനെ, പ്രസിഡന്റ് അല്ല. ഇപ്പൊ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കും. ആരാ ആരാ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ അറിയണം. ഇതൊക്കെ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ് വരെ ഈ നോളജുകളൊക്കെ തരുന്നത് ഭാരതത്തില് ഇന്ത്യയിലുള്ള ഒരു പൗരനായിട്ട് മാറാനാണ്. അതൊക്കെ അറിയണം. ബോംബെ എവിടെയാന്ന് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ജിയോഗ്രഫി പഠിക്കണം, ബോംബെ എവിടെയാന്ന് അറിയണം. ഞാൻ ആവശ്യമുള്ളപ്പോൾ ബോംബെ പോകും പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ അതുപോലെ. ലോകത്തെ കുറിച്ച് അറിയണം, അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് അറിയണം, പാകിസ്ഥാനിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് നമ്മൾ സോഷ്യൽ ബീയിങ് ആവുക. ഓക്കെ, ഇപ്പൊ എല്ലാ നോളജും ഉണ്ടാവണം. അതുകൊണ്ട് ടെക്നോളജിക്കൽ നോളജ് മാത്രമല്ല, സോഷ്യൽ നോളജ്, കൊമേഴ്സ്, എക്കണോമിക്സ് എല്ലാത്തിനെ കുറിച്ചും കുറച്ചറിയണം. കുറച്ചെങ്കിലും എല്ലാത്തിനെ കുറിച്ചും അറിയണം 10ാം ക്ലാസ് വരെ. ഇപ്പൊ തരുൺ നല്ല കുട്ടിയാണ്, ബെസ്റ്റ് ബോയ് ആണ്, ഗുഡ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ സോഷ്യൽ സയൻസിൽ 4 ചോദ്യം ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. അപ്പൊ അതുപോരാ, അതും കൂടി വേണം. ഇപ്പൊ അച്ഛന്റെ പേര് പറഞ്ഞു, അമ്മയുടെ പേര് പറഞ്ഞു. അമ്മയുടെ അച്ഛൻ എന്തായിരുന്നു ജോലി? എന്താ ATC? എവിടെ? ദുബായിലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, അപ്പൊ ATC എന്താന്ന് ചോദിക്കും. എന്താണ് ATC? എയർ ട്രാഫിക് കൺട്രോൾ. അതാണ് ATC. എല്ലാ എയർപോർട്ടിലും ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്. അതിന്റെ മുകളിൽ നോക്കിയ എല്ലാ എയർക്രാഫ്റ്റുകളും റഡാർ വഴി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയാം. ഇതൊക്കെ അറിയണം. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ കുറിച്ചൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യനായിട്ട് മാറുക. ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ദോശ കഴിച്ചോ? ഇന്നെന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? എങ്ങനെയാ ദോശ ഉണ്ടാക്കണേ? മാവ് എങ്ങനെ മാവ് ഉണ്ടാക്കണേ? ഇതൊക്കെ അറിയണം. അടുക്കളയിലുള്ള എല്ലാ സംഭവം അറിയണം. ഓക്കെ, ഇന്ന് മുതൽ എല്ലാം പഠിക്കാൻ തീരുമാനിക്കാം. ഓരോന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായത്, വേർ, വെൻ, വൈ, ഹൗ, വാട്ട്. കീപ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ലേണിംഗ്. നല്ല മോനാവണ്ടേ? അപ്പൊ എല്ലാം പഠിക്കാം. ഗുഡ് ബോയ്. അങ്ങനൊന്നുമില്ല, അത് ചില ആൾക്കാരൊക്കെ വെറുതെ പറയുന്നതാണ്. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കുറെ ആൾക്കാർ അമേരിക്കയിൽ പോകുന്നതിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം അമേരിക്കയിൽ പോകുന്ന ആൾക്കാരൊക്കെ കുറെ പഠിക്കാനും പോകുന്നുണ്ട്. അവിടെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉപയോഗിക്കുന്ന നോളജ് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ ഒരു മഹാനായ വ്യക്തി മരിച്ചു. ആരാന്നറിയാം? അറിയണം. ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും പ്രസിദ്ധനായ അസ്ട്രോഫിസിക്സ് ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ മരിച്ചു. അതാരാ? അറിയണം എന്റെ മോനെ, ഇതൊക്കെ അറിയണം. നർലേക്കർ എന്നാണ് പേര്. എന്താണ്? ബസന്ത് നർലേക്കർ. അയാൾ മരിച്ചപ്പോ പ്രൈം മിനിസ്റ്ററും മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്ററും ഗവർണർമാരും ഒക്കെ വലിയ നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കി. എന്താ കാരണം? അയാൾ വലിയ മനുഷ്യനായതുകൊണ്ടാണ്. അതെനിക്ക് അറിയണം. അയാള് ഇന്ത്യയിൽ ജീവിച്ചതിനേക്കാളും കാലം അമേരിക്കയിലാണ് ജീവിച്ചത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഏഷ്യയിലുള്ള ഏറ്റവും നല്ല അസ്ട്രോഫിസിക്സിന്റെ സെന്റർ ഉണ്ടാക്കിയത് അദ്ദേഹം പൂനെയിലാണ്. അപ്പൊ അമേരിക്കയിൽ പോയി പഠിച്ചതൊക്കെ ഇന്ത്യയിൽ വന്ന് ഇംപ്ലിമെന്റ് ചെയ്തില്ലേ? അത് ഭാഗ്യല്ലേ? അപ്പൊ അദ്ദേഹം പോണ സമയത്ത് ബ്രെയിൻ ഡ്രെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു വരുമ്പോ ബ്രെയിൻ ഗെയിൻ ആണെന്നും പറയണ്ടേ? നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അമേരിക്കയാണ്. അത് മോശാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ന്യൂസിലേക്ക് ഞാൻ ടിവിയിലും നോക്കിയപ്പോ ഇയാളെ പറ്റി കണ്ടില്ല. ന്യൂസ് പേപ്പറിലും നമ്മുടെ മലയാളത്തിലെ ന്യൂസിലൊന്നും കാണില്ല. കാരണം എന്ന് വെച്ചാൽ അവര് ഇംഗ്ലീഷ് പേപ്പറിലൊക്കെ ഉണ്ടാവും. ജയന്ത് നർലേക്കർ എന്ന് പറഞ്ഞിട്ട് വെറുതെ അടിച്ചു നോക്കും ഗൂഗിളിൽ. ന്യൂസ് പേപ്പറിലും ഉണ്ടാവും. വായിച്ച ന്യൂസ് പേപ്പറിലെ എഡിഷനിൽ കേരളത്തിൽ വന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രം.
കാരണം കേരളത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യം ഇതൊന്നും അല്ലല്ലോ. അപ്പൊ എഡിഷൻ വരുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും കൊച്ചിൻ എഡിഷൻ ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ അവർ ഇട്ടിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. ലാസ്റ്റ് പേജിൽ നേഷൻ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ന്യൂസ് പേപ്പറിൽ, അത് നോക്കിയോ? അത് നോക്കണം. അവിടെ നാഷണൽ ന്യൂസ് ഉണ്ടാവും. വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, അവിടെ വേൾഡ് ന്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വായിക്കണം. അപ്പൊ മോൻ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ട്, സന്തോഷം, ലവ് യു. അതൊക്കെ വായിച്ചിട്ട് നോട്ട് ഉണ്ടാക്കണം. നാഷണൽ ഇന്റർനാഷണൽ ന്യൂസ്. മലയാളത്തിന് കുറച്ച് പാടുണ്ട്, അപ്പൊ മലയാള ന്യൂസ് പേപ്പർ തന്നെ വായിക്കാറ്. മലയാളവും ഇംഗ്ലീഷും രണ്ടും വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ലാംഗ്വേജ് വിൽ ബി ഇംപ്രൂവ്. ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ഇംപ്രൂവ്. ചെറിയ ക്ലാസ്സിൽ എവിടെയാ പഠിച്ചത്? എന്നിട്ട് എന്താ മലയാളം പഠിക്കാൻ? അത് ആക്ച്വലി എനിക്ക് മലയാളത്തോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. എല്ലാം പഠിക്കണം, ഇപ്പോഴേ പഠിക്കാൻ പറ്റും. എല്ലാ ലാംഗ്വേജും പഠിക്കണം. പിന്നെ കുഞ്ഞതായപ്പോ അത്രയ്ക്ക് മലയാളത്തോട് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടില്ല. നോ ഇഷ്യൂ. ഇംഗ്ലീഷ് ഷോസ് കണ്ടുകൊണ്ട്. വേറെ പ്രത്യേകിച്ച് വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. അമ്മയുണ്ടോ അടുത്ത്? ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അത് അമ്മയുണ്ടോ അടുത്ത്? അമ്മ അടുത്തില്ല, അമ്മ കിച്ചണില്. ഇന്ന് മുതൽ കുക്കിംഗ് പഠിക്കണം. ഞാനന്ന് സാലഡ്സ് ഉണ്ടാക്കിയ. ഗുഡ്. മറ്റേ കണ്ണാടി ഇല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസില്, റേബാൻഡ് അല്ലേ? മെറ്റാ ക്ലാസ് റേബാൻഡ്. അത് ആക്ച്വലി എന്താ ചെയ്യാറ്? അതൊന്നുമില്ല, നമ്മൾ സാധാരണക്കുള്ള ഓഡിയോ ഉണ്ടാവും. ഇവിടെ ഒരു ഓഡിയോ സിസ്റ്റം ഉണ്ട്, നമ്മൾ സംസാരിക്കുന്ന പിക്കപ്പ് ചെയ്യുന്ന പിന്നെ സൗണ്ട് സിസ്റ്റം ഉണ്ട്. ആൻഡ് ഓൾസോ യു ഹാവ് എ ക്യാമറ ഹിയർ, സോ ക്യാമറ ക്യാൻ റെക്കോർഡ്. അപ്പൊ അതിനകത്ത് ലൈവ് ട്രാൻസ്ലേഷൻ ഉണ്ടോ? ഇല്ല, that will get record itself and then I can download it here. പിന്നെ ഇന്ത്യയിൽ ഈ ഫെസിലിറ്റി ഇല്ല. അമേരിക്കയിൽ നമ്മൾ സാധാരണ ഇപ്പൊ ഗൂഗിളില് ഐ ക്യാൻ ആസ്ക് ദ ഗൂഗിൾ നോ, ഇപ്പം ഹേ ഗൂഗിൾ വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ, ഹേ ഗൂഗിൾ വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ നൗ എന്ന് ചോദിച്ചാൽ അത് പറയുമല്ലോ. അത് എന്റെ ക്യാമറയിലും കണ്ണിലും പറ്റും. AI ഉണ്ട്. അത് മാത്രമല്ല ഐ ക്യാൻ സീ സംതിങ് ആൻഡ് ലുക്ക് അറ്റ് വാട്ട് ആം ഐ ലുക്കിംഗ് അറ്റ്. അപ്പൊ ഈ ക്യാമറ സ്കാൻ ചെയ്തിട്ട് എന്താണ് കാണുന്നതെന്ന് സ്കാൻ ചെയ്ത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നിങ്ങൾ കാണുന്ന ഇന്ന കമ്പനിയുടെ ഷർട്ടാണെന്ന് പറയും. നമ്മൾ ഈ ഗൂഗിളില് അതില്ല, സാധാരണ ലെൻസാണ്, പക്ഷെ അത് സ്കാനറായിട്ട് ഉപയോഗിക്കും. വളരെ ടൈനി വണ്ണാണ്. അപ്പൊ അത് നമ്മൾ സാധാരണ ഗൂഗിളിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാലോ. ഐ ക്യാൻ ടേക്ക് എ പിക്ചർ ഓഫ് എ ഫ്ലവർ ആൻഡ് ആസ്ക് വിച്ച് ഫ്ലവർ ഈസ് ദിസ്. അത് നോക്കിയിട്ടുണ്ടോ മോൻ? അതല്ല, നമ്മുടെ സാധാരണ ഗൂഗിളില് യു ഹാവ് ഗോട്ട് എൻ ഓപ്ഷൻ വേർ യു ക്യാൻ ആസ്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ആ ചോദിക്കുന്നത് പോലെ സി യു ഹാവ് എ ക്യാമറ ഹിയർ. ആ ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്താൽ ഐ ക്യാൻ സീ എ ഏതെങ്കിലും ഫ്ലവർ നോക്കിയിട്ട് സാധാരണ ഗൂഗിളിൽ ഐ ക്യാൻ ക്ലിക്ക് ദിസ് ആൻഡ് ടേക്ക് എ പിക്ചർ ആൻഡ് ആസ്ക് വിച്ച് ഫ്ലവർ ഈസ് ദിസ്. അപ്പൊ അതിന്റെ വിക്കിപീഡിയയിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് തരും. അതുപോലെ മെറ്റാ ക്ലാസ് ഉപയോഗിച്ചിട്ട് വാട്ട് ആം ഐ ലുക്കിംഗ് അറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ടേക്ക് എ പിക്ചർ, ഇറ്റ് വിൽ ഗോ ആൻഡ് സെർച്ച് ആൻഡ് ദെൻ ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് ഐ ആം ലുക്കിംഗ് അറ്റ്. അത് ഓഡിയോ ആയിട്ട് കേൾക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ മിക്സ് ഓഫ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതൊക്കെ കമ്പൈൻഡ് ആയിട്ട് ഇറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ സ്പെക്സ്. ദാറ്റ്സ് വാട്ട് ഈസ് ഡൺ. ആൻഡ് ഈ ഗ്ലാസ് യു ക്യാൻ ചേഞ്ച് ഇൻ ടു യുവർ ഓൺ പവർ ഗ്ലാസ് വേണ്ടത് ഫിക്സ് ചെയ്യാം. ഇറ്റ്സ് ഓൺലി ദ ഫ്രെയിം വിച്ച് ഈസ് സപ്പോർട്ടിംഗ്. ഇതിനകത്ത് ട്രാൻസ്ലേഷൻ ഉണ്ടോ? സ്ക്രീനിലേക്ക് വേർഡ്സ് കാണിക്കോ? No, I am not able to see that. I am currently here. ലൈവ് ട്രാൻസ്ലേഷൻ ഉണ്ടോ? അല്ല, സാധാരണ നിങ്ങൾ ഗൂഗിളിൽ ചെയ്യുന്ന എല്ലാ സംഭവവും നമുക്ക് അവിടെയും ചെയ്യാം. അപ്പോൾ അത് ആക്സസിബിൾ ആണ് എല്ലാവർക്കും? That is connected to internet anyway. അല്ല, നോർമൽ പീപ്പിളിന് വായിക്കാൻ പറ്റും. You will get it. No, you will get it in India. The frame is available. എത്രയോ? I don't know. The cost may be around 50,000 rupees. പക്ഷെ അത് ഫീസിബിൾ ആണോ? That depends.
എന്താ പറയണ്ടേ, ഒരു ഏബിൾഡ് പേഴ്സൺ ആയി എന്താ പറയണ്ടേ കാണാൻ പറ്റുന്നില്ല. ഇല്ല, that will not support anyway. How does it support? അല്ല, അയാൾക്ക് ചോദിച്ചാൽ മതി ഈ സാധനം എന്താണ്, അത് ഓഡിയോ ആയിട്ട് വരും. അതെ, അത് പോസിബിൾ ആണ്. അങ്ങനെ ഉപയോഗിക്കാലോ. അങ്ങനെ ഉപയോഗിക്കാം. മേ ബി ദ നെക്സ്റ്റ് വേർഷൻ വിൽ കം ഫോർ ദാറ്റ്. യുവർ തോട്ട്സ് ആർ ഗുഡ്. ആരൊക്കെ ഉണ്ട് മോനെ തരുൺ വീട്ടില്? എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, യങ്ങർ സിസ്റ്റേഴ്സ്. പിന്നെ അച്ഛൻ ചെന്നൈയില്, അമ്മ ഹോം മേക്കർ. ഗുഡ്. ഹാപ്പി ഹോം മേക്കർ. ഡബിൾ എച്ച്. എനിക്ക് അതാ ഇന്നലെ ചോദിക്കാൻ വന്നത്, ഈ ഫാദേഴ്സിനും ഹോം മേക്കേഴ്സ് ആവാമോ? പിന്നെ there are lot of people they don't work. ഇപ്പൊ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പോയാൽ ലേഡീസ് വിൽ വർക്ക്, ജെന്റ്സ് വിൽ സ്റ്റേ അറ്റ് ഹോം ആൻഡ് ഡു ഓൾ ദ ഹോം വർക്ക്. അങ്ങനെയുണ്ട്. അല്ല, അപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ മെയിൽസിന് കേപ്പബിലിറ്റി ഇല്ല പറയാറുണ്ട് ആൾക്കാർ. അതാരാ പറഞ്ഞു? ഐ ആം എ ഗുഡ് കുക്ക്. I clean my house. I clean my house. മക്കളെ നോക്കുന്നതിൽ see the basic requirement of bringing up children at the early age, അത് മിൽക്ക് ഫീഡിങ്ങും ഡെലിവറിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സപ്ലിമെന്റും ഒക്കെയാണ്. That only ladies can do. After that gents can take care, no? ഈ സ്റ്റാർട്ടപ്സ് ഇല്ലേ, അവർക്ക് എങ്ങനെ പോയി, ഇപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ട്, അതെങ്ങനെ പോയി ഞാൻ എക്സ്പ്രസ് ചെയ്യും, എവിടെ പോയി എക്സ്പ്രസ് ചെയ്യും? No, there are multiple ways. അത് പിച്ച് ചെയ്യാൻ പറ്റുന്ന ചില സെന്റേഴ്സ് ഉണ്ട്, ചില കോളുകൾ ഉണ്ട്. There are a lot of funding agencies. അതിന് ഇഷ്ടം പോലെ ഉണ്ട്. പ്രൈവറ്റ് NGOs, there are plenty of them. അല്ല, ഇപ്പൊ ഒരു ഏജ് ലിമിറ്റ് വേണോ? ഒന്നുമില്ല, anybody can do it. നമുക്ക് സ്കൂൾ APL കേട്ടിട്ടുണ്ടാവോ, മാരത്തോൺ? സ്കൂൾ ലെവലിലല്ല ഞാൻ പറഞ്ഞു, there are national level. ഇപ്പം you have a great idea. ആ ഐഡിയ പിച്ച് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എൻ എക്സിബിഷൻ പ്രോഗ്രാം. പിന്നെ ഒന്ന് അത്. 2, ഈ സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തുമ്പോൾ there are tech fest. Tech fest will conduct competitions. ടെക്നോളജി ഫെസ്റ്റിവൽ എന്നാണ് അതിന് പേര്. അപ്പൊ അവിടെ കോമ്പറ്റീഷൻസ് ഞാൻ ഇരിങ്ങാലക്കുട നടത്തിയിരുന്നു. ഇരിങ്ങാലക്കുട ഒരു കോളേജ്. ഐ വാസ് ചെയർമാൻ ഫോർ എ 25th year anniversary. അതിന്റെ ഭാഗമായിട്ട് ടെക് ഫെസ്റ്റ് നടത്തി, കുറെ പേരെ വിളിച്ചു. അതിൽ ഫസ്റ്റ് പ്രൈസിന് വി ഗേവ് ലോട്ട് ഓഫ് മണി ആൻഡ് ദെൻ എൻകറേജ്മെന്റ്. അത് കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഡു. ദർ വാസ് വൺ കോൺഫറൻസ് ഇൻ PMP എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു കോട്ടയത്ത്. ദേ ഹാവ് ഡൺ ദർ ഓൾസോ. ദേ ഹാവ് ഡൺ. ഞാൻ മാനിറ്റ് മൗലാന ആസാദ് നാഷണൽ ടെക്നോളജിക്കൽ NIT-യിൽ ചെയ്തിരുന്നു. അങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഹമീർപൂർ NIT-യിൽ ദർ വാസ് എ ടെക് ഫെസ്റ്റ്, ഞാൻ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ പീപ്പിൾ ഫണ്ട് ദാറ്റ് പ്രോജക്ട്. ദാറ്റ്സ് നോർമൽ. അത് ഇസ്രോയും ചെയ്യും. ഇസ്രോ ഹാസ് ഗോട്ട് എ പ്രോജക്ട് കോൾഡ് റെസ്പോണ്ട്. അത് സ്പേസ് റിലേറ്റഡ് തന്നെ ആവണം. അത് സ്പേസ് റിലേറ്റഡ് ആയാലും റെസ്പോണ്ട് ചെയ്യും. DRDO-ലും ഉണ്ട്, CSIR-ലുണ്ട്, UGC-ലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. That you can find what you have got. There are so many other centers like National Innovation Forums, National Innovation Foundation, കോബ് വെബ് നെറ്റ്വർക്ക്. ഇവരുടെയൊക്കെ പണി ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഫണ്ട് ചെയ്യലാണ്. എനിബഡി കൻ ഡു ദാറ്റ്. ജോബ് ഇല്ലാത്തവർക്കും ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാട്ടില് തെങ്ങ് കയറുന്നു. പയ്യന്നൂരാണല്ലോ അമ്മയുടെ സ്ഥലം. കണ്ണൂരിൽ നിന്ന്, എന്റെ നാട് കണ്ണൂര് തളിപ്പറമ്പിനടുത്ത് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിന് തൊട്ടടുത്ത ഒരാൾക്കാണ് തെങ്ങ് കയറുന്ന യന്ത്രത്തിന്റെ ആദ്യത്തെ പേറ്റന്റ് കൊടുത്തത്. അദ്ദേഹം സാധാരണ ഒരു തെങ്ങ് കയറുന്ന ഒരാളാണ്. അയാൾ കണ്ടുപിടിച്ചതാണ് ആദ്യം. അതുപോലെ കോട്ടയത്ത് ഒരു കുട്ടിയാണ് സൈക്കിൾ വെച്ചിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയത്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ പലരും മൊബൈൽ മിക്സികളുണ്ട്. എല്ലാവരുടെ വീട്ടിലും മിക്സി ഉണ്ടാവണമെന്നില്ലല്ലോ. ഇലക്ട്രിസിറ്റി ഇല്ല, മിക്സി ഇല്ല. ബട്ട് ഓൾമോസ്റ്റ് ലൈക്ക് എ ഗ്രൈൻഡർ ആൻഡ് മിക്സി പോസ്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് എ സൈക്കിൾ. വെൻ ദ സൈക്കിൾ ഇറ്റ് സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ് ആൻഡ് യു ക്യാൻ ഗ്രൈൻഡ്. അപ്പൊ അത് മൊബൈലായിട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്തും കുറെ കാലങ്ങൾ മുമ്പായിട്ട് തുടങ്ങുന്നതാണ്. അങ്ങനെ കുറെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അവര് എങ്ങനെയാണ് ഇന്നോവേഷൻ നടത്തിയത്, എങ്ങനെയാ കണ്ടുപിടിച്ചത്, ഹു ഹാസ് സപ്പോർട്ടഡ്, അതൊക്കെ ഉണ്ട് അതിനകത്ത്. ഇന്നോവേഷൻ, നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ
കോബ് വെബ് നെറ്റ്വർക്ക്, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അത്ര BBC-ലൊക്കെ ദേ ഹാവ് കം. BBC covered such programs. എനിക്ക് ഞാൻ കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രശ്നം എനിക്ക് ഐഡിയ പിച്ച് ചെയ്യാൻ പറ്റില്ല. ഒക്കെ പറ്റും. യു നീഡ് സം സപ്പോർട്ട്, യു നീഡ് സം ഡോക്യുമെന്റേഷൻ ടു ബി റിട്ടൺ വളരെ ക്ലിയർ ആയിട്ട്. പറയണത് അതാ ഞാൻ പറഞ്ഞത്. ദാറ്റ് യു ഷുഡ് അതെങ്ങനെ സ്റ്റഡി ചെയ്യും? write it, document it, make a PowerPoint, put it there, show some exhibitions, conduct some programs, go and present there. അങ്ങനെയൊക്കെയാണ് അത് പിച്ച് ചെയ്യുക. അല്ല എനിക്കിപ്പോ സ്പീക്ക് ചെയ്യാൻ എന്താ പറയണ്ടേ, ഈ ഐഡിയ ക്ലിക്ക് ആവാൻ വേണ്ടി അപ്പുറത്തെ ആൾ. അതാ ഞാൻ പറഞ്ഞു, യു മസ്റ്റ് ഡോക്യുമെന്റ് ഇറ്റ്, മേക്ക് എ PowerPoint, മേക്ക് എ പ്രസന്റേഷൻ. അത് ബാക്കിയുള്ളവർ ഉണ്ടാക്കിയതിന്റെ സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ഇഫ് ഐ സീ വാട്ട് ഈസ് ദാറ്റ് സംബഡി ഹസ് ഡൺ. ഡോക്യുമെന്റേഷനും അതിനെക്കുറിച്ച് മാർക്കറ്റ് ചെയ്യാനും ഫണ്ട് ചെയ്യാൻ കിട്ടാനും ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. We'll see that, yes. എന്റെ ഓരോ എന്താ പ്രൊജക്ട്സ്, ഗ്രൂപ്പ് പ്രൊജക്ട്സ് ഞാനും വേറെ 2 കുട്ടികളായിട്ട് അത്രയുള്ളൂ. എനിക്കിനി ട്യൂഷൻ ഉണ്ട്. ഇത് പബ്ലിഷ് ചെയ്യാലോ മോനെ, അല്ല ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്? എനിക്ക് അത്ര ഇഷ്ടമല്ല. That is good, it will help people, no? You have done well.